വെറും 8 എപ്പിസോഡുകൾക്ക് വേണ്ടി മാത്രം ഒരു നടനെ ഒരു സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുക, അയാളുടെ മികവ് കൊണ്ട് മാത്രം ആ 8 എപ്പിസോഡുകളുടെ എണ്ണം 200ആയി വർദ്ധിക്കുക. ഒരാളുടെ കഴിവിനെ അടയാളപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു മാർക്കല്ലേ ഇത്? ആ നടൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്. ചോട്ട മുംബൈ വീണ്ടും റിലീസാവുന്നു. നമസ്കാരം. നമസ്കാരം. അത് വലിയൊരു പരിശ്രമമായിട്ടാണ് പലപ്പോഴും എനിക്ക് ആ എണ്ണത്തിൻ്റെ കണക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എണ്ണത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. 8 എപ്പിസോഡിനാണ് വിളിച്ചത്, പക്ഷേ എൻ്റെ അഭിനയ മികവ് കൊണ്ട് അവർ 4 എപ്പിസോഡായിട്ട് വെട്ടി കുറച്ചത്. പക്ഷെ അത് 200 പിന്നെ അത് അവിടെയാണ് ഈ പറയുന്നത്, പ്രേക്ഷകർ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണല്ലോ ഒരു വലിയ ശക്തി. ആ സമയത്ത് ആ 4 എപ്പിസോഡിൽ കുറച്ച് റേറ്റിംഗ് വ്യത്യാസം വന്നു. അപ്പോൾ ചാനൽ പറഞ്ഞു അവനെ വെച്ചൊരു 5 എപ്പിസോഡ് കൂടെ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പറ്റിച്ചാന്ന് പറഞ്ഞു, ഈ 5 വെച്ച് പോയി 250 എപ്പിസോഡായി. ഞാൻ പറയും ഇനി എപ്പോഴാണ് ഒരു 5 എപ്പിസോഡ് കൂടെ അങ്ങനെ പറഞ്ഞ 250 എപ്പിസോഡ് മണിക്കൂടെ. പക്ഷേ ആ സമയത്ത് മലയാളത്തിൽ ഈ ഒരുപാട് പുതു നടന്മാർ വന്നിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ലവ് മണിക്കുട്ടൻ എവിടെയോ പ്രേക്ഷകർ തന്നിട്ടുണ്ട്. എനിക്കത് ഒന്ന് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായതായിരിക്കണം. 2 മണിക്കൂട്ടം കൂടി ചിലപ്പോൾ അതിനെ ബുദ്ധിപരമായിട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ TV പരിപാടികൾ വന്നു, TV പ്രേക്ഷകരെ കൂടി ആ സമയത്തേക്ക് ആളുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ ലവ് കിട്ടാതെ പോവരുത്, അതായത് പ്രേക്ഷകരുടെ സ്നേഹം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിൽ നിന്ന് ഞാൻ പോവരുത്, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു മനസ്സിൽ? ഇല്ല, ഞാൻ ആദ്യം അഭിനയിക്കുന്ന സീരിയലല്ല കാര്യങ്ങൾ കൊച്ചുണ്ണി. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഒരു ടെലിപ്ലേ ചെയ്തിരുന്നു, ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തിരുന്നു. കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ തേടി വന്നിരുന്നു. അതാണ് സംഭവിച്ചത്. നമ്മൾ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളതാണ് സിനിമയെപ്പറ്റി പറയുന്ന വലിയ വലിയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യരുത് എന്നുള്ളത്. ഈ കൃത്യമായ ഇടവേളകളിൽ വന്ന കാര്യങ്ങളെ ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബുദ്ധിപരമായിട്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ചോട്ടാമ്പേ റിലീസായിട്ടാണ് ഇരിക്കുന്നത്. ഈ സൈനുവിൻ്റെ സ്വഭാവം എനിക്ക് വലിയ പ്ലാനിങ്ങുകളോ ജീവിതത്തെക്കുറിച്ച് വലിയ പ്ലാനിങ് ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു പാഷനേറ്റ് ആക്ടർ ആവണം എന്ന രീതിയിൽ നടന്ന ആളുമല്ല. നമ്മളീ പറയുന്ന പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ജോലി മസ്റ്റായിട്ട് എന്തെങ്കിലും വേണം. എനിക്ക് മുമ്പ് 2 ചേച്ചിമാരാണ്, കുടുംബത്തിൻ്റെ ബാധ്യതകളൊക്കെ എന്നിലാണ്. അപ്പോൾ എൻ്റെ പ്ലാനിങ് തന്നെ എങ്ങനെയും പെട്ടെന്ന് വെളിയിൽ എവിടെയെങ്കിലും, കാരണം എൻ്റെ അങ്കിളൊക്കെ ഖത്തറിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അവിടെയെങ്കിലും പോയി ഈ കുടുംബം നോക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാനിങ്. ആ പ്ലാൻ ചെയ്തിരുന്ന ആളാണ് സിനിമയിലോട്ട് വന്നത്. അവിടെ വന്നിട്ട് എന്നെ സംബന്ധിച്ചൊരു അത്ഭുത ലോകത്താണ്. അവിടെ ഒന്നും എനിക്ക് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടുന്ന സിനിമകൾ മാക്സിമം എഫേർട്ട് ഞാൻ നന്നായി ചെയ്യാൻ നോക്കി. അതാണ് നേരത്തെ പറഞ്ഞ 8 എപ്പിസോഡ് 250 എപ്പിസോഡായി മാറിയത്. വീണ് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ ഷൂട്ടിംഗ് മുടക്കിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് സിനിമ നൽകിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഈ ഗ്യാപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. ചോട്ടാ മുംബൈയുടെ ഓർമ്മ തുടങ്ങുന്നത് സൈനുവിന്റെ ഒരു ചാട്ടത്തിലാണ്. തലാ സോങ്, കിരൺ TV ഉൾപ്പെടെയുള്ള അന്ന് സോങ്ങുകളാണ് ടെലികാസ്റ്റ് ചെയ്യുക. അപ്പൊ ഈ സോങ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സൈനുവിന്റെ ഒരു ചാട്ടമുണ്ട്. ഈ അതിന്റെ സോങ്ങിന്റെ ഇടയിലും ചാട്ടമുണ്ട്, ഈ ട്രെയിലറുകളും കാണിക്കും. ട്രെയിലർ കാണിക്കുന്ന സമയത്ത് ഈ ചാട്ടം അതിനകത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ കൂടെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ വിശ്വാസമായിരുന്നു. അതായത് നമുക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റും മണിക്കുട്ടനെ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ അതിൽ മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും ഏറെക്കുറെ ലാലേട്ടൻ്റെ അത്ര തന്നെ കാലപ്പഴക്കം സ്റ്റേജിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമയിലൊക്കെ ഉള്ള ആളുകളായിരുന്നു. മണിക്കുട്ടൻ മാത്രമാണ് അതിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആൾ. പക്ഷെ ഈസി ആയിട്ട് ആ സിങ്ക് കറക്റ്റ് ആയിട്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ളത്. അത് എങ്ങനെ സാധിച്ചിരുന്നു? ഇതിനെന്തെങ്കിലും ഒരു മുമ്പ് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നോ? അതെങ്ങനെ സെറ്റായി? ഒരു സിങ്ക് ഉണ്ടല്ലോ. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ആ സിങ്കിനെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ബെന്നിച്ചേട്ടനും അൻവർ സാറിൻ്റെ കാര്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന സിനിമ ചോട്ടാ മുംബൈയാണ്. എപ്പോഴും പല സിനിമകളും നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടാറില്ല, കിട്ടിയാലേ വായിക്കുള്ളൂ. പക്ഷെ അങ്ങനെ വായിച്ചത് ചോട്ടാ മുംബൈയാണ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പ്ലാനിങ്ങുകളൊക്കെ വേണം. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടറുടെ അടുത്താണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത്രയും സീനിയർ ടെക്നീഷ്യൻസ് ആണ് സംഭവം. പക്ഷെ അവിടെ ഷൂട്ടിംഗ് ചെന്ന സമയത്ത് ഇവരെ കണ്ട് ഇങ്ങനെ വായം തുറന്ന്, കാരണം ലാൽ സാറ് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആക്ടർ, അപ്പുറത്ത് ജഗതി ചേട്ടൻ, രാജംബി ദേവങ്കളി, ഇന്ദ്രേട്ടൻ, ഭാവന, ഷക്കീല മാം, ഇങ്ങനെ നമ്മൾ അന്തം വിട്ട് വായം തുറന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ചെന്ന് ഞാൻ അഭിനയത്തിൻ്റെ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം, ഇപ്പോഴും ഞാൻ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം പോയിട്ടും പലതും നടക്കാറില്ല. ആ ലൊക്കേഷനിൽ എനിക്ക് ഒട്ടും നടക്കില്ല. പക്ഷേ ആ ക്യാരക്ടർ സൈനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇന്ന സ്ഥലത്ത് ഇന്ന പ്ലേസ്മെന്റ് ഉണ്ടെന്നുള്ളത് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ വ്യക്തത ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സിനിമ കാണുമ്പോഴത്തേന് നമ്മൾ അവിടെ സൈനു ഉണ്ടെന്ന് പല സിനിമ ഇപ്പം നമ്മുടെ ഫൈറ്റൊക്കെ ഇപ്പോൾ ചാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, യഥാർത്ഥത്തിൽ ആ ചാട്ടം അതിലില്ലായിരുന്നു.
ഓക്കെ. ഇത് ഈ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് 2-3 ആക്ഷൻസ് നമ്മൾ ഡൂപ്പില്ലാതെ ചെയ്യാൻ കണ്ടിട്ട് മാസ്റ്റർ വെച്ചു, മണി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാസ്റ്റർ എന്തെങ്കിലും ഒരു സാധനം ചുമ്മാ ഒരു ചാട്ടം വരില്ല. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, അയ്യോ മണി അത് ചെയ്യാൻ പറ്റില്ല, കാരണം സേഫ്റ്റി മെഷേഴ്സ് അധികം ഇല്ല, ഞാൻ ബെഡൊന്നും കൊണ്ടു. ഞാൻ പറഞ്ഞു, ഉള്ള ബെഡ് പോയി മാസ്റ്റർ, ഈ സിനിമയിലെ നമുക്ക് എന്തെങ്കിലും പേരെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും മാസ്റ്റർ നമ്മുടെ ഡയറക്ടർ സംസാരിച്ചപ്പോൾ മണി ചെയ്യാൻ തരാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാറിൻ്റെ മണ്ടേ ചാടിയപ്പോൾ സിദ്ദീഖ് അവിടെ തന്നെ ബൈക്കിൻ്റെ മണ്ടേ ചാടുന്നത്. അപ്പൊ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. മെയിനായിട്ട് ഈ പറയുന്ന പോലെ തല ഗ്യാങ് എന്ന് പറയുമ്പോൾ പ്രായ വ്യത്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ഉണ്ടാവും. അപ്പൊ ആ റേഞ്ച് വന്ന സമയത്താണ് സൈനു എന്നുള്ള ക്യാരക്ടർ ഏറ്റവും ചെറുപ്പക്കാരൻ, അതിലാണ് എൻ്റെ പേര് വന്നത്. അപ്പൊ ഈ ക്യാരക്ടറിന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോയി അത് ടോട്ടാലിറ്റി സിനിമയെ ബാധിക്കും. അത് വരാതിരിക്കാൻ എപ്പോഴും അതിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ കോ ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളൊരു കിഡിന് ടീം അതിൽ, കാരണം അതിന് മുമ്പ് വരെ മലയാള സിനിമയിൽ ആ വിധത്തിലുള്ള തമാശകൾ കേട്ടിട്ടില്ല. ചേച്ചി എന്നെ ഒന്ന് കുളിപ്പിച്ചു തരുമോ, ജയിലിന്ന് വന്നിട്ട് ഞാനും കുളിപ്പിച്ചു തരാം. അതുപോലെ ഫസ്റ്റ് അച്ഛൻ ശപിക്കുമ്പോൾ പല്ലേപ്പും കുളിയും കഴിഞ്ഞു എന്ന് പറയുന്ന കാര്യം, നന്നാവാൻ വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ ഞാൻ നന്നാകും എന്ന് പറയുന്ന കാര്യം, ഇവിടെ നിൽക്കുന്ന ഒരു BA-ക്കാരൻ, ഇവന് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല, പിന്നെയാണോ എനിക്ക് കിട്ടുന്നത്, ഇതൊക്കെ നമ്മള് ആ ആദ്യ കാഴ്ചകളിലെ ഡയലോഗുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറും. തല തിരിഞ്ഞല്ലതാ, തസ്കർ, ഇത്രയും ഡയലോഗുകൾ നമ്മുടെ മനസ്സിലേക്ക് പ്രോസസ് ചെയ്താൽ കയറുക. അപ്പൊ പടം ഒരു ആഘോഷമാണ്. ഇതിന്റെ ഷൂട്ടിങ്ങും ആ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ റെഡി ആഘോഷം തന്നെയായിരുന്നു. ഗംഭീര ആഘോഷമായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ലൊക്കേഷനിലെ തമാശ വെച്ചാൽ അത് വേറെ സിനിമയാക്കാം. കാരണം നമ്മൾ ആ ഒരു വൈബില്ലേ, അതായത് ആ ലൊക്കേഷനിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ അത് സിനിമയും കറക്റ്റായിട്ട് ബാധിക്കും, പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ലൊക്കേഷനിൽ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. നമുക്ക് ഒരു മോശം മൊമെൻ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്ന ഒരു മൊമെൻ്റ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി എൻജോയ് ചെയ്ത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞില്ലേ ഈ തസ്കർ എന്ന് പറഞ്ഞിട്ട് ഈ 2 സീനുണ്ടല്ലോ, ആ സീനിൽ ഞാനില്ല, പക്ഷെ ഞാൻ ആ സീന് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാനിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അത് എഴുതി വെച്ച ഡയലോഗ് ഉണ്ട്, പക്ഷെ അവിടെ ചെറിയ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ തട്ടുകടയിൽ ഒരു സീനുണ്ട്, അച്ഛൻ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അതൊക്കെ അവിടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ട്. ഇതൊക്കെ ആ ലൊക്കേഷനിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടാവുന്ന ചില ഇത് തന്നെയാണ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. നമ്മളൊരു ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അവിടെ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, അതായത് എല്ലാം കലർന്ന് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മറ്റേ അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും വന്നിരിക്കുന്ന ഒരു ലൊക്കേഷനിലായിരുന്നു അത്. അതൊരെടുത്ത് പറയേണ്ട ഒരു സീനാണ്. എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോഴും അതൊരു പഴഞ്ചൊല്ല് പോലെ ആയിപ്പോയി. അതായത് തലയെ ഞങ്ങൾ നശിപ്പിച്ചിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. തലയോടുള്ള സ്നേഹം, തലയുടെ അച്ഛനോടുള്ള സ്നേഹം കാരണം തലയിലേക്ക് പോയെന്നേ ഉള്ളൂ എന്നുള്ളത്. അത് ആ പറയുന്ന സമയത്ത് സിദ്ദിഖ് അത്രയും സർക്കാസ്റ്റിക് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അവിടെ ഒരു നാടകം കളിച്ചോണ്ടിരിക്കുക സായികുമാറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ഇപ്പോഴും ആ സീൻ TV-യിൽ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കും. ഇപ്പൊ തിയേറ്ററിൽ വരുമ്പോഴും ആ സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആളുകൾ, തട്ടുകട സീനിന് വേണ്ടിയിട്ട്. നിങ്ങൾ അവിടെ ഓംലെറ്റ് അടിക്കുന്നു, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ അടുത്ത് കഴിച്ചോളാം എന്ന് പറയണ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മണിക്കൂട്ടന്റെ അവസ്ഥ എന്തായിരുന്നു? ഇല്ല, ആ സീനിലെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട്, അതായത് രാജുചേട്ടൻ നമ്മൾ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് രാജുചേട്ടനെ കൊണ്ട് ഞങ്ങൾ പോകും, ഞാൻ ഇന്ദ്രേട്ടൻ രാജുചേട്ടനെ കൊണ്ട് പോകും. പിന്നെ ഇവരാണ് ഇന്ന് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ഞാനപ്പോൾ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, ഞാൻ ആ സീന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ റിലീസ് സമയത്ത് ആ സീന് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് പ്രധാന കാര്യം എന്താ പറയുക, നമുക്ക് എവിടെയെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ ഒരാളായിട്ട് കാണാൻ സാധിക്കും. എവിടെയെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള അത്യാവശ്യം കുറച്ച് തല്ലിപ്പുളിയൊക്കെ ആയിട്ട് നടന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ, നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നമുക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. എല്ലാവരും ചെല്ലുമ്പോൾ ദോശ ചുട്ട് വരും. അപ്പം ഈ വീട്ടിലെ വിഷമങ്ങൾ അവർ പറയും, എടാ നിങ്ങളൊക്കെ ഇങ്ങനെ നടന്നത് എന്താണ്, ഇങ്ങനെ നടക്കണം, നിങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാരെ സോപ്പിടുന്ന കാര്യമുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എവിടെയോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സിനിമയെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മൾ പറയാൻ പറ്റുന്ന ഡയലോഗ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞ ഡയലോഗ്. സത്യം പറഞ്ഞാൽ സിദ്ദീഖയുടെ ഒരു ഇംപ്രവൈസേഷൻ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. കാരണം സിദ്ദീഖ എന്ന് പറയും മുള്ളൻ എത്രയോ കാലത്തിന് ശേഷമാണ് ഈ കോമഡി ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. ഈ മുള്ളൻ ചന്ദ്രപ്പന്റെ മുടി എന്ന് പറയുന്നത് കുറച്ച് ഓക്വേർഡ് മുടിയാണ്. ഈ ഓക്വേർഡ് മുടി വെച്ചിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവം കൈവിട്ടു. അപ്പൊ ഇത് പിടിക്കുന്ന ഒരു സംഭവം, ഇതും വെച്ച് ഈ സംഭവം വെച്ച് പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കരുത്, ഇങ്ങനെ ചെയ്ത് മറ്റേ ഇങ്ങനെയല്ലേ ചെയ്ത. അപ്പം പുള്ളി പറയടാ, നമ്മൾ ഈ ക്യാരക്ടറായി രൂപം മാറുന്ന സമയത്ത് നമ്മൾ ചില സാധനങ്ങൾ മറ്റേ സിനിമയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വൃത്തിയാണ്. കാരണം ഇങ്ങനെ ഒരു ഹെയർ വെച്ചിട്ട് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ നോട്ട് ചെയ്യുന്ന, അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന
ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രി. നമ്മളൊരു ഹെയർ സ്റ്റൈൽ മാറുമ്പോൾ തന്നെ അവർ കൊടുക്കുന്ന എക്സ്പ്രഷൻസിന് പോലും അതിൻ്റെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് അവർ അത് നമുക്ക് പഠിക്കാനുണ്ട് അവരിൽ നിന്ന്.